വീടിനോട് ചേർന്നൊരു ബയോഫ്ലോക്ക് മത്സ്യകൃഷി എന്ന വീഡിയോ പരമ്പരയിലെ മൂന്നാം ഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ പരിചയപ്പെടുത്താൻ പോകുന്ന കാര്യങ്ങൾ ബേബി പോണ്ട് നിർമ്മാണവും മത്സ്യക്കുഞ്ഞുങ്ങളെ എങ്ങനെ നമ്മുടെ മെയിൻ പോണ്ടിലേക്ക് നിക്ഷേപിക്കാം എന്നുള്ള കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. മത്സ്യക്കുഞ്ഞുങ്ങളെ കൊണ്ടുവന്ന് ക്വാറൻറ്റൈൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ഈ ബേബി പോണ്ട് നിർമ്മിച്ചിരിക്കുന്നത്. ഈ ബേബി പോണ്ട് നിർമ്മിക്കുന്നതിനായി നമ്മൾ ഒരു 3 പീസ് ഗ്രിൽ മെഷാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഇത് വീടിനോട് ചേർത്ത് വെച്ചിട്ടാണ് നമ്മൾ ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഇതിൽ നമ്മൾ പടുത ഇടുമ്പോൾ പടുത കീറാതിരിക്കുന്നതിനായി നമ്മൾ അതിൻ്റെ മുകളിൽ ഒരു പൈപ്പ് കട്ട് ചെയ്ത് നമ്മൾ അതിൽ സെറ്റ് ചെയ്തിരിക്കുന്നതാണ്. വാട്ടർ പ്രിപ്പറേഷൻ കഴിഞ്ഞ് ഏകദേശം 5 ദിവസം ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട്. ഫ്ലോക്കെല്ലാം നല്ല രീതിയിൽ സെറ്റായി വരുന്നതേ ഉള്ളൂ. ഈ ബയോഫ്ലോക്ക് ടാങ്കിലേക്ക് നമ്മൾ മത്സ്യക്കുഞ്ഞുങ്ങളെ നിക്ഷേപിക്കുന്നതിന് ആവശ്യമായ മത്സ്യക്കുഞ്ഞുങ്ങളുടെ സൈസ് അല്ലെങ്കിൽ വലിപ്പം എന്ന് പറയുന്നത് ഒരു 10 ഗ്രാം സൈസാണ്. 10 ഗ്രാം മിനിമം സൈസുള്ള കുഞ്ഞുങ്ങളെ മാത്രമാണ് നമുക്ക് അതിലേക്ക് നിക്ഷേപിക്കാൻ പാടുള്ളൂ. 10 ഗ്രാം തൂക്കമുള്ള മത്സ്യക്കുഞ്ഞുങ്ങൾ ഏകദേശം 2.5 ഇഞ്ച് മുതൽ 3 ഇഞ്ച് വരെ നീളമുണ്ടായിരിക്കും. 10 ഗ്രാം സൈസ് മത്സ്യക്കുഞ്ഞുങ്ങൾക്കുണ്ടെങ്കിൽ കൂടി നമ്മൾ ഏകദേശം ഒരു 7 മുതൽ 14 ദിവസം വരെ മത്സ്യക്കുഞ്ഞുങ്ങളെ മറ്റൊരു പോണ്ടിൽ നിക്ഷേപിച്ച് ക്വാറൻറ്റൈൻ ചെയ്തതിന് ശേഷം മത്സ്യക്കുഞ്ഞുങ്ങൾക്ക് വേറെ രോഗങ്ങളൊന്നുമില്ല, അതേപോലെ തന്നെ മത്സ്യക്കുഞ്ഞുങ്ങളെ പൂർണ്ണമായും അണുനശീകരണത്തിന് ശേഷം മാത്രം നമ്മുടെ പോണ്ടിലേക്ക് ഇടുന്നതാണ് ഏറ്റവും നല്ലത്. ഞങ്ങൾ മത്സ്യക്കുഞ്ഞുങ്ങളെ കൊണ്ടുവന്ന് ഈ ചെറിയ പോണ്ടിലേക്കാണ് നിക്ഷേപിച്ചത്. ഇത് ഏകദേശം 1000 ലിറ്റർ കപ്പാസിറ്റി ഉള്ള ഒരു ചെറിയ ടാങ്കാണ് ഞങ്ങൾ അതിനായി നിർമ്മിച്ചത്. ഇതിലേക്ക് നമ്മൾ കൊണ്ടുവന്ന മത്സ്യക്കുഞ്ഞുങ്ങളെ ഇട്ടു ഏകദേശം 7 ദിവസം ട്രീറ്റ് ചെയ്തതിന് ശേഷം മാത്രമാണ് നമ്മൾ നമ്മുടെ ബയോഫ്ലോക്ക് ടാങ്കിലേക്ക് നിക്ഷേപിച്ചത്. വളരെ ചെറിയ കുഞ്ഞുങ്ങളെയാണ് നമ്മൾ വാങ്ങുന്നതെങ്കിൽ അതിനെ ഏകദേശം 10 ഗ്രാം സൈസ് ആയതിനു ശേഷം മാത്രം നമ്മുടെ ബയോഫ്ലോക്ക് ടാങ്കിലേക്ക് മാറ്റുക. ഇതിനു മുമ്പുള്ള 2 വീഡിയോകളിലായി നമ്മൾ ഇതുവരെ എന്തെല്ലാം മാർഗങ്ങളാണ് സ്വീകരിച്ചത്, എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്തതെന്നുള്ള പൂർണ്ണ വിവരണം നൽകുന്ന വീഡിയോസുകൾ 2 പാർട്ടുകളായി ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഈ സ്ക്രീനിൻ്റെ മുകളിൽ ഐ ബട്ടണിൽ പ്രസ് ചെയ്താൽ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇവിടെ നമ്മൾ വാങ്ങിയ കുഞ്ഞുങ്ങളെല്ലാം തന്നെ ഏകദേശം 2 ഇഞ്ച് മുതൽ 3 ഇഞ്ച് വരെ സൈസുള്ള കുഞ്ഞുങ്ങളാണ്. അത്യാവശ്യം 10 ഗ്രാം സൈസുള്ളവയാണ്. അത് കാരണം കൊണ്ട് നമ്മളൊരു 7 ദിവസത്തിന് ശേഷം നമ്മളുടെ ഈ പോണ്ടിലേക്ക് മാറ്റുകയാണ് ചെയ്തത്. ഈ പോണ്ടിലേക്ക് മാറ്റുന്നതിന് മുമ്പായി നമ്മൾ മത്സ്യങ്ങളെ പൂർണ്ണമായും അണുവിമുക്തമാക്കിയതിന് ശേഷമാണ് നമ്മൾ ഈ പോണ്ടിലേക്ക് മാറ്റിയത്. അപ്പോൾ അതിന് സ്വീകരിച്ച മാർഗങ്ങളും കാര്യങ്ങളുമാണ് ഇനി നിങ്ങൾ കാണാൻ പോകുന്നത്. നമ്മളൊരു 3 ബക്കറ്റ് എടുത്തിട്ടുണ്ട്. അതിൽ ഒരു ബക്കറ്റിലേക്ക് ഏകദേശം 1/2 കിലോ അയഡിൻ ഇല്ലാത്ത ഉപ്പ് നന്നായി ഇളക്കി ചേർക്കുക. പിന്നെ മറ്റൊരു ബക്കറ്റിലേക്ക് പൊട്ടാസ്യം പെർമാഗ്നേറ്റ് നമ്മൾ ഏകദേശം ഒരു ലേശം അതിൽ ചേർക്കുക. അതിൽ അധികമാവരുത്, ഒരു മാക്സിമം നമ്മൾ അതിൽ ചേർത്ത് ഇളക്കിയതിന് ശേഷം നമ്മുടെ കൈ അതേ വെള്ളത്തിൽ കൂടി നോക്കിയാൽ നമ്മുടെ കൈ കാണുന്ന രീതിയിൽ ഒരു അളവിൽ മാത്രമാണ് അതിലേക്ക് ചേർക്കേണ്ടത്. ഇതെല്ലാം മിക്സ് ചെയ്തതിനായി നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് നമ്മുടെ പോണ്ടിലെ വാട്ടർ തന്നെയാണ്. ഇവിടെ പൊട്ടാസ്യം പെർമാഗ്നേറ്റാണ് ഈ കലക്കി വെച്ചിരിക്കുന്നത്. ഇതിലേക്ക് മാത്രം ഒരു സ്റ്റോണുള്ള എയറേഷൻ കൊടുക്കുന്നത് വളരെയധികം നല്ലതാണ്. ഇതെല്ലാം നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മുടെ ബേബി പോണ്ടിൽ നിന്നും മീൻ കുഞ്ഞുങ്ങളെ ഒരു ചെറിയ വലയിൽ പിടിച്ചുകൊണ്ട്
നമ്മൾ ആദ്യം പൊട്ടാസ്യം പെർമാംഗനേറ്റ് ലായനിയിൽ ഏകദേശം ഒരു 5 സെക്കൻഡ് മുക്കി പിടിച്ചു. അതിനുശേഷം നമ്മൾ ഉപ്പുവെള്ളത്തിൽ മുക്കിയതിന് ശേഷം നമ്മൾ വേറൊരു ബക്കറ്റിൽ പോണ്ട് വാട്ടർ എടുത്തു വെച്ചിട്ടുണ്ട്. പോണ്ടിലെ വെള്ളം അതിലേക്ക് നമ്മുടെ മീൻ കുഞ്ഞുങ്ങളെ ഇടുകയാണ് ചെയ്തത്. ആ ബക്കറ്റിലുള്ള മീൻ കുഞ്ഞുങ്ങളെ നമ്മൾ ഇനി നമ്മുടെ ബയോഫ്ലോക്ക് പോണ്ടിലേക്ക് നിക്ഷേപിക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. നമ്മൾ പെട്ടെന്ന് തന്നെ പോണ്ടിലേക്ക് ഒഴിക്കാതെ നമ്മൾ ആ ബക്കറ്റ് പോണ്ടിലേക്ക് മെല്ലെ ഇറക്കി വെച്ച് അതിലുള്ള മീൻ കുഞ്ഞുങ്ങൾ ഓരോന്നോരോന്നായി മെല്ലെ ഇറങ്ങി പോകുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്ത് കൊടുക്കണം. നമ്മൾ പെട്ടെന്ന് തന്നെ ഒഴിക്കുന്നത് നമ്മുടെ വെള്ളത്തിൻ്റെ ടെമ്പറേച്ചറും കാര്യങ്ങളൊക്കെ മീനുകൾക്ക് അഡ്ജസ്റ്റ് ആവാൻ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാകും. അതിനാണ് നമ്മളിത് ഈ ഒരു രീതിയിൽ നമ്മൾ പോണ്ടിലേക്ക് മത്സ്യക്കുഞ്ഞുങ്ങളെ മെല്ലെ മെല്ലെ നിക്ഷേപിക്കുന്നത്. നമ്മൾ ഫാമുകളിൽ നിന്ന് മത്സ്യക്കുഞ്ഞുങ്ങളെ വാങ്ങിക്കൊണ്ടുവന്ന സമയത്തും ഇതേ രീതി തന്നെയാണ് നമ്മുടെ ബേബി പോണ്ടിലേക്ക് മത്സ്യക്കുഞ്ഞുങ്ങളെ ഇട്ടപ്പോഴും സ്വീകരിച്ചത്. നമ്മൾ ഇതേ രീതിയിൽ തന്നെ അണുനശീകരണം എല്ലാം നടത്തിയതിന് ശേഷം മാത്രമാണ് നമ്മുടെ ബേബി പോണ്ടിലേക്ക് മത്സ്യക്കുഞ്ഞുങ്ങളെ നമ്മൾ ഇട്ടത്. മത്സ്യക്കുഞ്ഞുങ്ങളെ എല്ലാവരും വാങ്ങിക്കൊണ്ടുവരിക ഒരു കവറിലായിരിക്കും. ആ കവറും നമ്മൾ കൊണ്ടുവന്ന വഴിക്ക് ഒരു പൊട്ടാസ്യം പെർമാംഗനേറ്റ് ലായനിയിൽ മുക്കി നമ്മളതിലുള്ള എല്ലാവിധ അണുക്കളും ബാക്ടീരിയകളെല്ലാം നശിപ്പിച്ചതിന് ശേഷം മാത്രം നമ്മുടെ മത്സ്യക്കുഞ്ഞുങ്ങളെ പോണ്ടിലേക്ക് നിക്ഷേപിക്കാൻ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക. ഏകദേശം 750ഓളം മത്സ്യക്കുഞ്ഞുങ്ങളെയാണ് നമ്മുടെ ഈ പോണ്ടിലേക്ക് നമ്മൾ ഇട്ടിട്ടുള്ളത്. നമ്മൾ ഏകദേശം ഒരു 10-20 തവണയായിട്ടാണ് നമ്മുടെ മീൻ കുഞ്ഞുങ്ങളെ നമ്മുടെ പോണ്ടിലേക്ക് ഇതേ രീതിയിൽ നമ്മൾ നിക്ഷേപിച്ചത്. ഗിഫ്റ്റ് തിലാപ്പിയ കുഞ്ഞുങ്ങളാണ് ഏറ്റവും നല്ലത്. ബയോഫ്ലോക്ക് മത്സ്യകൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ തിലാപ്പിയ ഇനത്തിൽ ഗിഫ്റ്റ് തിലാപ്പിയ എന്ന് പറയുന്ന ഇനമാണ് ഏറ്റവും നല്ലത്. ഇവിടെ ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളെ കിട്ടിയത് MST തിലാപ്പിയാണ്. നമുക്ക് ഗിഫ്റ്റ് തിലാപ്പിയ നമ്മുടെ ഗവൺമെൻറ് ഹാച്ചറികളിൽ മാത്രമാണ് ലഭിക്കുന്നത്. ഈ പോണ്ടിൽ ഇട്ടിട്ടുള്ള കുഞ്ഞുങ്ങൾ MST തിലാപ്പിയാണ്. ഞങ്ങൾ MST തിലാപ്പിയ ഇനത്തിൽപ്പെട്ട 750ഓളം മത്സ്യക്കുഞ്ഞുങ്ങളാണ് നമ്മുടെ ഈ 3 ഡയമീറ്റർ പോണ്ടിൽ നമ്മൾ ഇട്ടിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ മത്സ്യക്കുഞ്ഞുങ്ങളെ നിക്ഷേപിച്ചതിന് ശേഷം ഏകദേശം ഒരു 10 ദിവസം കഴിഞ്ഞിട്ടുള്ള വീഡിയോ ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മറ്റുള്ള കുളങ്ങളിൽ മീൻ കുഞ്ഞുങ്ങളെ കാണുന്നത് പോലെ നമ്മുടെ ഈ ഒരു കൃഷി രീതിയിൽ നമുക്ക് മീൻ കുഞ്ഞുങ്ങളെ പെട്ടെന്ന് കാണുവാൻ സാധിക്കുകയില്ല. എപ്പോഴും ഒരു വെള്ളത്തിന് കലങ്ങിയ കളറായിരിക്കും ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ നമുക്ക് എപ്പോഴും മീൻ കുഞ്ഞുങ്ങളെ കാണുവാനായി സാധ്യത വളരെ കുറവാണ്. നമ്മൾ അടുത്ത വീഡിയോയിൽ ഈ രീതിയിൽ മത്സ്യകൃഷി ചെയ്യുമ്പോൾ നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ് ഡെയിലി ചെയ്യേണ്ടത്, ഏതൊക്കെ വാട്ടർ പാരാമീറ്റേഴ്സാണ് ചെക്ക് ചെയ്യേണ്ടത്, അത് എങ്ങനെയെല്ലാം ചെക്ക് ചെയ്യാം എന്നുള്ള ഡീറ്റെയിൽസാണ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത് ഏകദേശം ഒരു ഉച്ച സമയമാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് മത്സ്യക്കുഞ്ഞുങ്ങളെ കാണാൻ സാധിക്കുന്നതാണ്. അടുത്തതായി ഇവർക്ക് എങ്ങനെ ഫീഡ് കൊടുക്കാം എന്ന് നോക്കാം. ഇപ്പോൾ നമ്മൾ 3 നേരമായിട്ടാണ് ഫീഡ് കൊടുക്കുന്നത്. രാവിലെ, ഉച്ചയ്ക്ക്, അതേപോലെ തന്നെ ഏകദേശം ഒരു 5 മണിക്ക് മുമ്പായിട്ട് ലാസ്റ്റ് നേരത്തെ ഫീഡ് നമ്മൾ ഒരുക്കി കൊടുക്കും. ഫീഡ് കൊടുക്കുന്നതിനായി നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള പ്രോബയോട്ടിക് 2 മിശ്രിതം മിക്സ് ചെയ്തിട്ട് വേണം നമ്മൾ ഫീഡ് കൊടുക്കുവാൻ. ഏകദേശം 1 കിലോ ഫീഡിലേക്ക് 25 മില്ലി പ്രോബയോട്ടിക് 2 മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ മത്സ്യക്കുഞ്ഞുങ്ങൾക്ക് തീറ്റയായി കൊടുക്കുന്നത്.
ഇതിനു മുമ്പ് ചെയ്ത വീഡിയോയിൽ പ്രോബയോട്ടിക് 1ഉം 2ഉം എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ള ഫുൾ ഡീറ്റെയിൽ അതിൽ കൊടുത്തിട്ടുണ്ട്. 7 ദിവസം മുമ്പ് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന പ്രോബയോട്ടിക് 2 ഓപ്പൺ ചെയ്യുന്നതാണ് നിങ്ങളിവിടെ കാണുന്നത്. നമ്മൾ 7 ദിവസത്തിന് ശേഷം ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു പാട കെട്ടിയിരിക്കുന്നുണ്ടാവും. അത് നമ്മൾ നന്നായി ഇളക്കി ഇതിന് ശേഷം നമ്മളൊരു കുപ്പിയിലേക്ക് മാറ്റുക. ആ കുപ്പിയിൽ നിന്ന് വേണം നമ്മൾ ഫീഡ് കൊടുക്കുമ്പോൾ ഫീഡിനോടൊപ്പം മിക്സ് ചെയ്യേണ്ടത്. ഈ മിശ്രിതം എയർ കടക്കാതെ കറക്റ്റ് അടച്ച് മൂടി വേണം നമ്മൾ വയ്ക്കുവാനായി. ഞങ്ങളിവിടെ ചെയ്തത് കുറച്ച് ഒരു കുപ്പിയിലേക്ക് മാറ്റി എടുത്തു വെച്ചു. ആവശ്യാനുസരണം എടുക്കുവാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്തത്. പത്ത് ദിവസത്തിന് മുൻപ് വരെ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഫീഡിൻ്റെ സൈസ് 0.8 ആണ്. ഇപ്പോൾ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് 1.2 സൈസിലുള്ളതാണ്. ഇവിടെ നമ്മൾ എടുക്കുന്നത് ഒരു നേരത്തേക്കുള്ള ഫീഡ് മാത്രമാണ്. ഏകദേശം ഒരു 100 ഗ്രാമിൽ താഴെ മാത്രമാണ് ഇത് വരുന്നത്. അപ്പോൾ അതിലേക്ക് ആവശ്യമായ ഏകദേശം 1 കിലോയിലേക്ക് 25 മില്ലിഗ്രാം പ്രോബയോട്ടിക് 2 എന്ന അളവിലാണ് നമ്മളിവിടെ മിശ്രിതം അതിൽ മിക്സ് ചെയ്യുന്നത്. ഇത് മിക്സ് ചെയ്ത് വെച്ച് ഏകദേശം നമ്മളൊരു അരമണിക്കൂർ നേരം ഒന്ന് ഡ്രൈ ആയതിനു ശേഷം മാത്രമാണ് നമ്മൾ പോണ്ടിലേക്ക് കുഞ്ഞുങ്ങൾക്ക് തീറ്റ കൊടുക്കുന്നത്. നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള കുപ്പിയിൽ നിന്ന് പ്രോബയോട്ടിക് 2 ഒരു ഗ്ലാസ്സിലേക്ക് എടുക്കുന്നതാണ് കാണുന്നത്. ഇങ്ങനെ എടുത്ത പ്രോബയോട്ടിക് 2യിലേക്ക് കുറച്ച് വെള്ളം കൂടി മിക്സ് ചെയ്തതിന് ശേഷം തീറ്റയിൽ ചേർത്താണ് നമ്മൾ കുഞ്ഞുങ്ങൾക്ക് തീറ്റയായി കൊടുക്കുന്നത്. ഇപ്പോൾ ഫീഡ് നല്ല രീതിയിൽ ഡ്രൈ ആയിട്ടുണ്ട്. ഡ്രൈ ആയതിനു ശേഷം ആണ് നമ്മൾ കുളത്തിലേക്ക് തീറ്റ കൊടുക്കുന്നത്. കുളത്തിലധികം തീറ്റ ബാലൻസ് വരുന്ന രീതിയിൽ നമ്മൾ ഒരിക്കലും തീറ്റ കൊടുക്കരുത്. മീൻ കുഞ്ഞുങ്ങൾ എത്രയാണോ കഴിക്കുന്നത് അതനുസരിച്ച് മാത്രം തീറ്റ കൊടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. പോണ്ടിലെ എയറേഷൻ ഓഫാക്കിയതിന് ശേഷമാണ് നമ്മളിപ്പോൾ തീറ്റ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ തീറ്റയെല്ലാം കൊടുത്തതിന് ശേഷം നമ്മൾ എയറേഷൻ ഓണാക്കാൻ മറക്കരുത്. അത് എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഈ പോണ്ടിൽ നമുക്ക് ഏകദേശം ഒരു 1400ഓളം മത്സ്യക്കുഞ്ഞുങ്ങളെ ഇടാൻ പറ്റും. നമ്മളിവിടെ ആദ്യമായി ചെയ്യുന്നത് കാരണം കൊണ്ട് 750 കുഞ്ഞുങ്ങളെ മാത്രമാണ് നിക്ഷേപിച്ചിട്ടുള്ളത്. നമ്മുടെ ഈ പോണ്ടിൽ ഇനി നമ്മൾ മത്സ്യങ്ങളെ പിടിക്കുന്നത് വരെ എന്തെല്ലാമാണ് സംഭവിക്കുന്നതെന്നും ഇതിൻ്റെ എല്ലാവിധ വിവരങ്ങളും നിങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ വീഡിയോയിലൂടെ അവതരിപ്പിക്കുന്നതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ തന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്.